അപ്പോൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്തുണ്ടാക്കുന്നത് നോക്കിയാലോ. ചപ്പാത്തിയും പുട്ടിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു പയർ റെസിപ്പി. ആദ്യം തന്നെ കുക്കർ എടുത്ത് ഓൾറെഡി നൈറ്റ് ഫുള്ള് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പയറാണ്. അതിൽ ഒരു ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, സവാള അത് നീളത്തിൽ കട്ട് ചെയ്തത്, അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇടുക. ആവശ്യത്തിന് വെള്ളം, അത് ആ പയർ മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുക്കറിൽ വിസിലെടുക്കണം. പയറിൻ്റെ വേവ് അനുസരിച്ച് അതിൻ്റെ കുക്കറിൽ വിസിലെടുക്കുന്നത് കൂട്ടും കുറച്ചെടുക്കാം. ഞാനിവിടെ ഓൾറെഡി ഒരു 8 വിസിലെടുത്തിട്ടുണ്ട്. നല്ല വേവുള്ള പയറായ കാരണം 8 വിസിലെടുത്തിട്ടുണ്ട്. 8 വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് അരപ്പുണ്ടാക്കണം. അതിലേക്ക് തേങ്ങ എടുക്കണം. തേങ്ങ, പിന്നെ ഓൾറെഡി നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ആ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി. അത് കുറച്ചധികമാണ് ആഡ് ചെയ്യണം. കാരണം അതിൻ്റെ ടേസ്റ്റാണ് നമ്മൾ ഈ കറിക്ക് കൂടുതൽ മുന്നിട്ട് നിൽക്കുക. അത് കുറച്ചധികം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അരച്ചിട്ടുണ്ട്, നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഏകദേശം കുക്കറിൽ വിസിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 6-7 വിസിലോളം ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ വിസിൽ വന്നതിന് ശേഷം ഇത് തുറന്നപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെന്തതിന് ശേഷം വേറൊരു പാത്രം വെച്ച് അതിന് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിടണം. ഓൾറെഡി പാത്രം കുറച്ചധികം ചൂടായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ പുക വരുന്നത്. അങ്ങനെ അതിലേക്ക് ആവശ്യത്തിന് എന്ത് ചെയ്യണം, കുറച്ച് കടുക് നമ്മളിടണം. കറിവേപ്പില ഇടണം. കറിവേപ്പില ഇല്ലാത്ത കാരണം അതുകൊണ്ട് ഇടാത്തത്. അത് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പയർ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ട് തിളപ്പിക്കണം. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ആഡ് ചെയ്യണം. പേസ്റ്റ് ആഡ് ചെയ്തിട്ട് അത് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അതിൽ ഉപ്പ് പാകത്തിന് ഉണ്ടോ എന്ന് നോക്കണം. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അതിന് ഒരു സൈഡിൽ നമ്മൾ എന്തുണ്ടാക്കുന്നുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. ചപ്പാത്തി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ ഇടണം. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ ഓക്കെ, ബൈ.